ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മൈക്രോ ഗ്രീൻ എങ്ങനെ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ട്രേയിലാണ്, ഇതുപോലത്തെ പരന്ന ഒരു ട്രേയിലാണ് കൃഷി ചെയ്തേക്കുന്നത്. ഇതിൽ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് നനഞ്ഞ ഈ ചകിരിച്ചോറിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ചകിരിച്ചോറ് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ടിഷ്യൂ പേപ്പർ നനച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്ത് വിതറി കൊടുത്താലും ഇതേപോലെ തൈകൾ ഉണ്ടായി വരും. അപ്പോൾ ഇത് റെഡ് റാഡിഷിൻ്റെയാണ്, ഇത് ഗ്രീൻ റാഡിഷ്, ഇത് സൺഫ്ലവറാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇത് മുളച്ച് വരുന്നത് പതുക്കെ മുളച്ച് വരുള്ളൂ. ഇതിൻ്റെ സീഡിൻ്റെ പുറത്തിന് കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഇത് പതുക്കെ മുളച്ച് വരുള്ളൂ സൺഫ്ലവറിൻ്റെ സീഡ്സ്. ഇത് പാക്ചോയിയാണ്, ഇതും റാഡിഷിൻ്റെയാണ്. അപ്പോൾ ഈ പരുവത്തിലാണ് നമ്മളിതിൻ്റെ ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇത്രയും വളർന്നാൽ മതി. നമുക്ക് മൈക്രോഗ്രീൻ ഇത്രയും വളർന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് നമ്മൾ കുക്ക് ചെയ്തല്ല കേട്ടോ ഉപയോഗിക്കേണ്ടത്. ഇത് നമുക്ക് വെജിറ്റബിൾ സാലഡുകളിൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് വെറുതെ സ്പ്രെഡ് ചെയ്യാനായിട്ട് എടുക്കാം. നമുക്ക് ഒരു വീട്ടിലേക്ക് ഇതുപോലെ ഒരു ട്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് നമുക്ക് ബൗളുകളിൽ ഈ കണ്ടെയ്നറുകളിൽ സൂക്ഷിച്ച് വെച്ചാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ട്രേയിൽ പാകി കൊടുത്താൽ അടുത്ത ആഴ്ചത്തേക്കുള്ളൊരു 4-5 ദിവസം കൊണ്ട് നമുക്ക് ഈ തൈകൾ ഇത്രയായി കിട്ടും. ഇപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന വിത്തുകളാണ് കേട്ടോ. ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിച്ച് ഇതിൻ്റെ സീഡ്സ് നമുക്ക് ഓൺലൈനായിട്ട് ഒത്തിരി വാങ്ങിക്കാൻ കിട്ടും. ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഓൾ ദാറ്റ് ഗ്രോസിൻ്റെ വിത്തുകളാണ്. നമുക്കല്ലാതെയും ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പയർ, കടല, മുതിര, എല്ലാ ടൈപ്പ് പയറുകളും നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കടുക് ചെയ്യാൻ പറ്റും, ഉലുവ, ഇതൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയും ആയത് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കണ്ടോ, ഈ പരുവത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലത്തെ കണ്ടെയ്നറുകളിലോട്ട് എടുത്ത് വയ്ക്കാം. നമ്മൾ ആവശ്യത്തിന് എടുത്ത് കഴുകി നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പം നമ്മളിത് കൃഷി ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് നനഞ്ഞ ചകിരിച്ചോറിലാണ്, അല്ലെങ്കിൽ നന്നായിട്ട് നനച്ച് വെച്ച ടിഷ്യൂ പേപ്പറിലാണ് നമ്മൾ വിത്തുകൾ പാകി കൊടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ നനവ് അനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. വെള്ളത്തിൻ്റെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ ഇതെല്ലാം ചീഞ്ഞ് മറിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ വളർത്താനായിട്ട് ശ്രമിക്കരുത്. ഇതിൽ കൂടുതൽ ഇത് വളരില്ല, വളർന്നു കഴിഞ്ഞാലും ഇത് ചീത്തയായി പോകും. അപ്പോൾ ഈ പരുവത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലത്തെ കണ്ടെയ്നറുകളിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പോൾ ഇത് ഞാൻ വളർത്തിയേക്കുന്നത് നമ്മുടെ വീടിൻ്റെ അകത്ത് വിൻഡോയുടെ അടുത്ത് വെച്ചിട്ടാണ് കേട്ടോ. അത്യാവശ്യം സൺലൈറ്റ് മതി, നമുക്ക് ഒത്തിരി സൺലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല അത് വളർത്തിയെടുക്കാനായിട്ട്. ഏത് സമയത്തും നമുക്കിത് വളർത്തിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. താങ്ക്